എടാ ഞാൻ വിചാരിക്കണേ എന്തായാലും ഐഫോൺ എടുത്ത് അപ്പൊ പിന്നെ ഇനി ഒരു ഐപാഡ്, ഒരു മാക്ക്, പിന്നെ ഒരു ഐവാച്ച് എല്ലാം കൂടിയൊക്കെ എടുത്ത് ആപ്പിൾ പ്രോഡക്ട്സ് എല്ലാം വാങ്ങിച്ച് ഒരു ആപ്പിളിന്റെ ഇക്കോ സിസ്റ്റം അങ്ങ് പണിത് സെറ്റ് ആക്കിയാലോ എന്ന് ഇങ്ങനെ ഒരു പ്ലാനിലാണ്. പണം പോട്ടെ പവർ പറ്റേ, അതല്ലേ മാസ്. ആഹാ, ആപ്പിൾ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ എക്കോ സിസ്റ്റം പണിയാനുള്ള പരിപാടിയാണ് സാറ്. ഇപ്പോഴാണെങ്കിൽ അതിന് പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാണ്. അതെന്താ? എടേ, ആപ്പിൾ പ്രോഡക്ട്സിന്റെ റേറ്റും എല്ലാത്തിനും ഒക്കെ കൂടി, അറിഞ്ഞില്ലേ? ഞാൻ 2-4 ദിവസം മുന്നേ ഐഫോൺ എടുക്കാൻ പോയപ്പോ വിലയുടെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഇപ്പൊ മറ്റേ മെമ്മറി ഷോർട്ടേജ്, റാമിന്റെ ഒക്കെ റേറ്റ് കൂടി, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ, അതിന്റെ ക്രൈസിസ് ഒക്കെ നടക്കണതിന്റെ പേരിൽ ഇപ്പൊ ഫോണിന്റെ പ്രൈസുകളൊക്കെ ഡബിൾ ഇരട്ടി ആയിക്കൊണ്ടിരിക്കുക. അല്ല, ഇപ്പൊ സാറ് ഏതൊക്കെ ആപ്പിൾ പ്രോഡക്ട്സ് എടുക്കാനായിരുന്നു പരിപാടി? ഞാൻ ഒരു ഐപാഡ്, ഒരു ഐമാക്ക്, ആപ്പിൾ പ്രോഡക്ട്സ് സംഭവങ്ങളൊക്കെ തന്നെ. കൊള്ളാം, നല്ല തീരുമാനം. എന്താ കേട്ടോ പുതിയ പ്രൈസുകൾ എന്തൊക്കെയാണ്? ഐപാഡ് 11th Gen 40,000 രൂപയുടെ സാധനം ഇപ്പൊ 50,000 രൂപയായി. 50,000 രൂപ ഉണ്ടായിരുന്ന ഐപാഡ് മിനി ഇപ്പൊ 70,000 രൂപയായി. 65,000 രൂപയുടെ ഐപാഡ് എയർ, അതായത് ഐപാഡ് എയർ ഇപ്പൊ 90,000 രൂപ. പിന്നെ നമ്മുടെ ഐപാഡ് പ്രോ ഇല്ലേ, മറ്റേ 1,00,000 രൂപയുടെ 99 സംതിങ് എത്രയോ രൂപ വരുന്നത്, അതിനിപ്പോ 1,40,000 രൂപ. മര്യാദക്ക് ആ ഫോൺ എടുത്ത സമയത്ത് തന്നെ അങ്ങ് എടുത്താൽ മതിയായിരുന്നു. അല്ല, അപ്പൊ നമ്മുടെ മാക്ബുക്കും സംഭവങ്ങളൊക്കെ, മാക്ബുക്കും മാക് മിനിയൊക്കെ, അതിനൊക്കെ ആണെങ്കിൽ മാക് മിനി തന്നെ നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. മാക് മിനി M4 60,000 രൂപയുടെ സാധനം ഇപ്പൊ 95,000 രൂപ. പിന്നെ മറ്റേ മാക്ബുക്ക് പ്രോ ഇല്ലേ, M5 ചിപ്സെറ്റ് ഒക്കെ വരുന്നത്, അതിന്റെ 14 ഇഞ്ചിന്റെ മോഡലിന് 1,70,000 രൂപയെന്ന് 2,40,000 രൂപയിലോട്ടാണ് പ്രൈസ് ജമ്പ് വന്നേക്കുന്നത്. പിന്നെ ഈ M5 ചിപ്സെറ്റ് വെച്ച് വരുന്ന മറ്റേ മാക്ബുക്ക് പ്രോ തന്നെ, മറ്റേ ഇതില്ലേ മാക്സ് എന്ന് പറയുന്ന സീരീസ്, ജസ്റ്റ് 4,00,000 രൂപയെന്ന് 5,00,000 രൂപയിലോട്ട് ബെസ്റ്റ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ല, നമ്മുടെ ഐഫോണും പിന്നെ ഐവാച്ച്, എയർപോർട്സ് ഇതിനൊക്കെ കൂടണ്ടേ ഇനി? ഐഫോൺസ്, ആപ്പിൾ വാച്ച്, പിന്നെ എയർപോർട്സിനൊന്നും ഇതുവരെ അവന്മാര് വില കൂട്ടിയിട്ടില്ല. ഇപ്പൊ മെയിൻ ആയിട്ട് കൂട്ടിയേക്കണത് ഈ മാക്ബുക്സ്, ഐപാഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ. പേടിക്കണ്ട, ഉടനെ തന്നെ ഐഫോൺസിന്റെ എല്ലാത്തിന്റെ വില അവന്മാര് പയ്യെ കൂട്ടും. ഇപ്പൊ 17 സീരീസ് അല്ല റണ്ണിങ്ങിലേക്കണത്. 17 സീരീസ് മിക്കവാറും 83,000 രൂപയുടെ ഫോൺ അടുത്ത മാസം ആകുമ്പോഴേക്കും മിക്കവാറും 95,000 രൂപയിലായിരിക്കും സ്റ്റാർട്ട് വരുന്നത്. അപ്പൊ പിന്നെ പ്രോയും പ്രോ മാക്സ് ഒക്കെ പിന്നെ പറയണ്ടല്ലോ, 1,50,000, 2,00,000 മാക്സ് ഒക്കെ ഇരിക്കണ ആ ഒരു ലെവലിലോട്ടായിരിക്കും മിക്കവാറും പോണത്. അപ്പൊ പിന്നെ 18 സീരീസ് വരാൻ നേരത്ത്. അല്ല, അപ്പൊ നമ്മളുടെ ഈ അടുത്തിറങ്ങിയ മറ്റേ മാക്ബുക്ക് നിയോ സീരീസ് അതും കൂടിയാ? മാക്ബുക്ക് നിയോയാ? ഡോണ്ട് വെറി, പുതിയതായിട്ട് ഇറക്കിയാണെന്നുള്ള യാതൊരുവിധ ദാക്ഷിണ്യവന്മാര് കാണിച്ചില്ല. അതിന്റെ റേറ്റ് ഇപ്പൊ എത്രയെന്ന് അറിയോ? 69,900 രൂപ ഉണ്ട്. അതായത് 20,000 രൂപ ഉണ്ടായിരുന്ന സാധനം ഇപ്പോഴത്തെ റേറ്റ് 80,000 രൂപ. ജസ്റ്റ് 10,000 രൂപ ചാടി. ഞാൻ ഇക്കോ സിസ്റ്റം പണിയണില്ല, ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ച്. പണവും പോകണ്ട, എനിക്ക് പവറും വേണ്ട, മാസം വേണ്ട, സന്തോഷേ. ആശ്വസിക്കാൻ വരട്ടെ. ഇങ്ങോട്ട് വില കൂടിയ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? മറ്റേ 4K ആപ്പിൾ TV ഇല്ലേ, നീ അന്ന് അവിടെ ചെന്ന് ഫോൺ എടുക്കാൻ സമയത്ത് നോക്കിയത്, അതിന്റെ വില ഇപ്പൊ എത്രയെന്നറിയോ? 14,900 ഉണ്ടായിരുന്ന സാധനം അന്ന് നമ്മൾ അന്വേഷിച്ചപ്പോ ഇപ്പൊ 25,900 രൂപയാണ് അതിന്റെ റേറ്റ്. പിന്നെ മറ്റേ ആപ്പിളിന്റെ മറ്റേ ഹോം പോഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ, മറ്റേ അലക്സയൊക്കെ പോലത്തെ സംഭവം, അത് 32,900 44,900 ആടി. പിന്നെ ഇതിന്റെ തന്നെ ഒരു മിനി വെർഷൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഹോം പോഡ് മിനി എന്ന് പറയുന്ന സംഭവം, അതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ? 10,900 നേരെ 15,900. ആഹാ, പൂർത്തിയായി. അപ്പൊ ആൻഡ്രോയിഡ് ഫോൺ ഇതൊക്കെ. അയ്യോ, ഇതിന് ആപ്പിൾ പ്രോഡക്ട്സിന് മാത്രമല്ല ഇപ്പൊ ഈ വില കൂടിയേക്കണത്. ആപ്പിൾ പ്രോഡക്ട്സിന്റെ വിലയൊക്കെ കൂടുന്നേക്കാളും പിന്നെ ഓൾറെഡി ആൻഡ്രോയിഡിന്റെ എല്ലാ സാധനങ്ങളുടെയും വില കൂടി. റാമിന്റെയും മെമ്മറിയുടെ ഒക്കെ ഇഷ്യൂ ഇല്ലേ, ഇത് ഒറ്റ കമ്പനിന് മാത്രമല്ല, മൊത്തത്തിൽ ഗ്ലോബലി അഫക്ട് ചെയ്തേക്കണേ. അപ്പൊ ഇനി പ്രൈസുകളൊക്കെ ഇനി കുന്തം വിട്ട പോലെ ഇങ്ങനെ അങ്ങ് പോകും. ഇതിന്റെ ഇടക്ക് അങ്ങനെ സംഭവിച്ചോ? അപ്പൊ അതിൽ നിന്നും എടുക്കണമെന്നുള്ള ആഗ്രഹവും തീർന്നു കിട്ടി. നന്ദി എന്റെ മകനേ, നന്ദി. അപ്പൊ ശരി, എന്ന ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ച് ടാറ്റ.